ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം അവിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ഏകാദശ സ്കന്ധത്തിലെ 3-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 16 ശ്ലോകങ്ങളെ കൊണ്ട് മായാസ്വരൂപം വർണ്ണിച്ചു. 17 മുതൽക്ക് 33 വരെയുള്ള ശ്ലോകങ്ങളെ കൊണ്ട് മായയെ തരണം ചെയ്യുവാനുള്ള ഉപായങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഭാഗത്തിലേക്ക് നമ്മൾ ഇന്നലെ പ്രവേശിച്ചു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മതത്വം, ബ്രഹ്മസ്വരൂപം, അതാണ് 34 മുതൽക്കുള്ള 40 വരെയുള്ള ശ്ലോകങ്ങൾ. പിന്നീട് കർമ്മയോഗം 41 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളെ കൊണ്ട്. നമുക്കിപ്പോൾ 17 മുതൽ 40 വരെ വായിക്കാം. 17 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങൾ, 24 ശ്ലോകങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ഏകാദശ സ്കന്ധേ തൃതീയോധ്യായഃ. രാജോവാച യദൈതാം ഐശ്വരീം മായാം ദുസ്തരാം അകൃതാത്മഭിഃ തനന്ത്യഞ്ജസ്ഥൂലധിയോ മഹർഷേയിദമുച്യതാം. പ്രബുദ്ധ ഉവാച കർമാണ്യാരഭമാണാനാം ദുഃഖഹത്यै സുഖായ ച പശ്യേത് പാകവിപര്യാസം മിഥുനീചാരിണാം നൃണാം നിത്യാർത്തിതേന വിത്തേന ദുർലഭേനാത്മമൃത്യുനാ ഗൃഹാപത്യാപ്ത പശുഭിഃ കാ പ്രീതിഃ സാധിതൈശ്ചലൈഃ. ഏവം ലോകം പരം വിദ്യാത് നശ്വരം കർമ്മ നിർമ്മിതം സതുല്യാതിശയധ്വംസം യഥാ മണ്ഡലവർത്തിനാം. തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസുഃ ശ്രേയ ഉത്തമം ശാബ്ദേ പരേ ച നിഷ്ണാതം ബ്രഹ്മണ്യുപശമാശ്രയം. തത്ര ഭാഗവതാൻ ധർമാൻ ശിക്ഷേത് ഗുരുവാത്മദൈവതഃ അമായയാനുവൃത്യായൈഃ തുഷ്യേതാത്മാത്മദോ ഹരിഃ. സർവതോ മനസോ അസംഗമാദൗ സംഗം ച സാധുഷു ദയാം മൈത്രീം പ്രശ്രയം ച ഭൂതേഷ്വദ്ധായദോചിതം. ശൗചം തപസ്തിദിക്ഷാം ച മൗനം സ്വാധ്യായമാർജവം ബ്രഹ്മചര്യമഹിംസാം ച സമത്വം ദ്വന്ദ്വസംജ്ഞയോഃ. സർവത്രാത്മേശ്വരാന്വീക്ഷാം കൈവല്യമനികേതതാം. വിവിക്തചീരവസനം സന്തോഷം യേന കേനചിത്. ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ദാമന്യത്ര ചാഭിഃ. മനോവാക്കർമ്മദണ്ഡം ച സത്യം ശമദമൗ അപി. ശ്രവണം കീർത്തനം ധ്യാനം ഹരേരത്ഭുതകർമ്മണഃ. ജന്മകർമ്മഗുണാനാം ച തദർത്ഥേ കില ചേഷ്ടിതം. ഇഷ്ടം ദത്തം തപോ ജപ്തം വൃത്തം യച്ചാത്മനഃ പ്രിയം. ദാരാൻ സുതാൻ ഗൃഹാൻ പ്രാണാൻ യത് പരസ്മൈ നിവേദനം. ഏവം കൃഷ്ണാത്മനാഥേഷു മനുഷ്യേഷു ച സൗഹൃദം. പരിചര്യാം ചോഭയത്ര മഹൽസു നൃഷു സാധുഷു. പരസ്പരാനുകഥനം പാവനം ഭഗവദ്യശഃ. മിഥോരതിർമിതസ്തുഷ്ടിഃ നിവൃത്തിർമിത ആത്മനഃ.
സ്മരന്തഃ സ്മാരയന്തശ്ച മിഥോ അഗൗഗഹരം ഹരിം ഭക്ത്യാ സഞ്ജാതയാ ഭക്ത്യാ ബിഭ്രത്യുൽപുളകാം തനും ക്വചിത് രുതന്ത്യച്യുതചിന്തയാ ക്വചിത് ഹസന്തി നന്ദന്തി വദന്ത്യലൗകികാഃ നൃത്യന്തി ഗായന്ത്യനുശീലയന്ത്യജം ഭവന്തി തൂഷ്ണീം പരമേത്യ നിർവൃതാഃ ഇതി ഭാഗവതാൻ ധർമാൻ ശിക്ഷൻ ഭക്ത്യാ തദുത്ഥയാ നാരായണപരോ മായാം അഞ്ജസ്തരതി ദുസ്തരാം. രാജോവാച നാരായണാഭിധാനസ്യ ബ്രഹ്മണഃ പരമാത്മനഃ നിഷ്ഠാം അർഹത നോ വക്തും യൂയം ഹി ബ്രഹ്മവിത്തമാഃ. പിപ്പലായന ഉവാച സ്ഥിത്യുൽഭവപ്രളയഹേതുരഹേതുരസ്യ യത് സ്വപ്നജാഗരസുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തി യേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. നൈതന്മനോ വിശതി വാഗുദചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി ച യദാനലമർച്ചിഷസ്വാഹ. ശബ്ദോപി ബോധകനിഷേധതയാത്മമൂലം അർത്ഥോക്തമാഹ യദൃതേന നിഷേധസിദ്ധിഃ. സത്വം രജസ്തമയിതി ത്രിവൃദേകമാദൗ സൂത്രം മഹാൻ അഹമിതി പ്രവദന്തി ജീവം. ജ്ഞാനക്രിയാർത്ഥഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ഭാതി സതസച്ച തയോഃ പരം യത്. നാത്മാ ജാനനമരിഷ്യതി നൈദദേസൗ നക്ഷീയതേ സവനവിത് വ്യഭിചാരിണാം ഹി. സർവത്ര ശശ്വതനവായി ഉപലബ്ധി മാത്രം പ്രാണോ യതേന്ദ്രിയബലേന വികൽപിതം സത്. അണ്ഡേഷു പേശിഷു തരുഷു അവിനിശ്ചിതേഷു പ്രാണോ ഹി ജീവമുപധാവതി തത്ര തത്ര. സന്മേ യദിന്ദ്രിയഗണേ അഹമി ച പ്രസുപ്തേ കൂടസ്ഥ ആശയമൃതേ തദനുസ്മൃതിർനഃ. യർഹ്യബ്ജനാഭചരണൈഷണയോരു ഭക്ത്യാ ചേതോമലാനി വിധമേത് ഗുണകർമ്മജാനി. തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യദാമലദൃശോഃ സവിതൃപ്രകാശഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. ഇന്ന് ചിലപ്പോൾ ഇത്തിരി നേരത്തെ നിർത്തും. 7:45 കൂടിയിട്ട് കുറച്ച് ആൾക്കാർ വരാനുണ്ട്. ഓ, അപ്പോൾ ഭാഗവത ജ്ഞാനഗംഗ ഏകാദശ സ്കന്ധത്തിലെ 3-ാം അധ്യായം ഭാഗവത ധർമ്മത്തിൻ്റെ ഭാഗമായി മായാതത്വത്തെക്കുറിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു. അന്തരീക്ഷൻ എന്ന മഹാത്മാവ് മായയെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞുകൊടുത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്നത് മായയാണ്, ഈ മായ ഭഗവാന്റെ ശക്തിയാണ് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു. ഏഷാ മായാ ഭഗവതഃ സർഗസ്ഥിത്യന്ധകാരിണി ത്രിവർണ വർണ്ണിതാസ്മാഭിഃ. സർഗസ്ഥിത്യന്ധകാരിണി ഭഗവതഃ മായ. സർഗം, സ്ഥിതി, അന്തം ഈ മൂന്നിനെയും ചെയ്യുന്നവളാണ് ത്രിവർണ. 3 വർണ്ണങ്ങൾ അഥവാ 3 ഗുണങ്ങളോട് കൂടിയവളാണ് ഭഗവതഃ മായ, ഭഗവാന്റെ മായാശക്തി. അപ്പോൾ ആ സർഗസ്ഥിതി സംഹാരങ്ങളെക്കുറിച്ച് തന്നെയാണ് വിസ്തരിച്ച് അന്തരീക്ഷൻ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട
നിമി ചക്രവർത്തി ഈ മായയെ എങ്ങനെ തരണം ചെയ്യും എന്നുള്ള ആകുലതയോടെ മഹാത്മാക്കളെ നോക്കിയിട്ടുണ്ടാവും, നവയോഗികളെ. അപ്പം തന്നെ അദ്ദേഹത്തിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, ഈ മായയെ തരണം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ചോദിക്കട്ടെ, ചോദിക്കാതെ പറയാറില്ല. അപ്പോൾ കിം ഭൂയഃ ശ്രോതുമിച്ഛസി എന്ന് അങ്ങോട്ട് തന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടൊരു ചോദ്യം കൊടുത്തു. ഇനിയും നീ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അങ്ങോട്ട് അന്തരീക്ഷം ചോദിച്ചു നിർത്തി. അപ്പോഴാണ് നിമി ചക്രവർത്തി ഇങ്ങോട്ട് ചോദിക്കുന്നു, ഈ ഈശ്വരിയായ മായയെ, ഭഗവാന്റേതായ മായയെ അകൃതാത്മഭിഹി ദുസ്തരാം, ഇന്ദ്രിയ നിയന്ത്രണം മനോനിയന്ത്രണമൊന്നും ഇല്ലാത്തവർക്ക്, അച്ചടക്കമില്ലാത്തവർക്ക് ദുസ്തരയാണ് ഈ മായ, തരണം ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആ മായയെ അഞ്ചഹ സ്ഥൂലദിയഃ യഥാ തരന്തി, സ്ഥൂലബുദ്ധികളായിട്ടുള്ളവർ, ജഡബുദ്ധികളായിട്ടുള്ളവർ, ദേഹാത്മബുദ്ധികളായിട്ടുള്ളവർ എളുപ്പത്തിൽ, അഞ്ചഹ യഥാ തരന്തി, യഥാ എന്നുള്ളത് കഥം എന്നുള്ള അർത്ഥത്തിലാണ്. യഥാ എപ്രകാരമാണ് തരണം ചെയ്യുന്നത്, ഏതാം ഐശ്വരീം മായാം, ഈ ഈശ്വര സംബന്ധിയായ മായയെ. ഹേ മഹർഷേ, അല്ലയോ മഹർഷിമാരെ, നിങ്ങൾ ഇതം ഉച്യതാം, ഇതിനെ പറഞ്ഞു തരൂ എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ പ്രബുദ്ധൻ എന്ന മഹാത്മാവാണ് മറുപടി ആരംഭിച്ചത്. ആരാ പ്രബുദ്ധൻ? ഉണർന്നവൻ. സ്വപ്നത്തിലുള്ളൊരാളെ ഉണർത്തണമെങ്കിൽ സ്വപ്നത്തിൽ തന്നെയുള്ള ഒരാൾക്ക് സാധിക്കില്ല, ഉണർന്നിരിക്കുന്ന ഒരാൾക്കേ സാധിക്കുള്ളൂ. അതുപോലെ നമ്മളും ഈ സംസാരമാകുന്ന സ്വപ്നം, സംസാര സ്വപ്ന തുല്യോ ഹി രാഗദ്വേഷാദി സങ്കുലഃ സ്വകാലേ സത്യവദ്ഭാതി പ്രബോധേ സതി അസദ്ഭവേത്. ശങ്കരാചാര്യരുടെ അതിമനോഹരമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ആത്മബോധം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രകരണകൃതിയിൽ പറയും, സംസാര സ്വപ്ന തുല്യോ ഹി, സംസാരം സ്വപ്നതുല്യം തന്നെയാണ്. രാഗദ്വേഷാദി സങ്കുലഃ, സ്വപ്നത്തിൽ നമ്മുടെ വാസനകൾ, പുണ്യപാപ വാസനകൾ അല്ലെങ്കിൽ രാഗദ്വേഷാദി വാസനകളെ കൊണ്ട് സ്വപ്നലോകം സൃഷ്ടിക്കുന്നത് പോലെ ജാഗ്രത്തിലും രാഗദ്വേഷങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ അനുഭവിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്. രാഗദ്വേഷാദി സങ്കുലഃ സ്വകാലേ സത്യവദ്ഭാതി, അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം പോലെ തന്നെ പ്രകാശിക്കുന്നു. പ്രബോധേ സതി അസദ്ഭവേ, ഉണർന്നു കഴിയുമ്പോൾ അസത്തായി ഭവിക്കുന്നു. അപ്പോൾ ഉണർന്നവൻ ആണ് പ്രബോധേ സതി എന്ന് പറഞ്ഞ പ്രബുദ്ധൻ, ഉണർന്നവനാണ് പ്രബുദ്ധൻ. അപ്പോൾ ഉണർന്നവർക്കേ മായയെക്കുറിച്ച് തരണം ചെയ്യുവാനുള്ള മാർഗം ഉപദേശിക്കാൻ സാധിക്കുള്ളൂ. മായയെ ജയിച്ച് മായയിൽ നിന്ന് ഉണർന്ന ബുദ്ധനായിട്ടുള്ള ഒരാൾ എന്ന് വെച്ചാൽ ജ്ഞാനിയായിട്ടുള്ള സത്യസാക്ഷാത്കാരം നേടിയ, അതിൽ നിഷ്ഠയുള്ളതായിട്ടുള്ള ഒരു മഹാത്മാവിനെ മറ്റൊരാളെയും മായയിൽ നിന്ന് ഉണർത്താൻ, തരണം ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പ്രബുദ്ധ ഉവാച, പ്രബുദ്ധൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? കർമാണ്യാരഭമാണാനാം ദുഃഖഹത്യൈ സുഖായ ച പശ്യേത് പാകവിപര്യാസം മിഥുനീചാരിണാം നൃണാം. എല്ലാവരോടുമായിട്ടുള്ള ഉപദേശമാണ്. ആരാണോ മായയെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ല എന്നും ഈ സംസാരം തന്നെയാണ് സുഖമെന്ന് കരുതുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. ഔദുംബരത്തിൽ മശകത്തിന് തോന്നും ഇതിന്മീതേ കഥാപി സുഖമില്ലെന്ന്. തൽപരിച് ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമ. ഹരിനാമകീർത്തനക്കാരൻ പറയുന്നുണ്ട്, എന്താണ് മായ? ഇതുതന്നെ മായ. ഔദുംബരത്തിൽ മശകത്തിന് തോന്നും ഇതിന്മീതേ കഥാപി സുഖമില്ലെന്ന്. അത്തിപ്പഴത്തില് പുഴു പ്രാണികൾ
ഈച്ചകൾ, കൊതു മുതലായ ഇതിനെയാണ് മശകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രാണികൾ, പുഴുക്കളും മറ്റുമൊക്കെ, ഈച്ചകളും മറ്റുമൊക്കെ അത്തിപ്പഴത്തിൽ ഉള്ളിൽ കടന്നിരിക്കും. ഇതിന്മീതെ കഥാപി സുഖമില്ലെന്ന്, ഇത് തന്നെയാണ് ഏറ്റവും സുഖമുള്ള ലോകം എന്ന് കരുതിയിരിക്കും. അതുപോലെ നമ്മൾ ഈ സംസാരത്തിൽ കിടക്കുന്നത് ചേതോ വിമോഹിനി മയക്കായികമായ. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് സുഖം തന്നെയാണെന്ന് കരുതിയിരുന്നാൽ ഇപ്പം ഇരിക്കുന്നത് പോലെ എപ്പോഴും ഇരിക്കില്ല. ഇപ്പം എല്ലാം കംഫർട്ടബിൾ ആയിരിക്കാം, ചിലപ്പോൾ കുഴപ്പമൊന്നുമില്ല, ശരീരത്തിന് ആരോഗ്യമുണ്ട്, അത്യാവശ്യത്തിന് ധനം വരവുണ്ട്, ആവശ്യത്തിനുള്ള എന്താ പറയുക സ്ഥാനമാനങ്ങൾ, ബന്ധുബലം, ദുഷ്കീർത്തിയൊന്നുമില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെയാണ് സുഖം, ഈ അത്തിപ്പഴം തന്നെയാണ് സുഖം എന്ന് പറഞ്ഞ് മശകം ഇരിക്കും പോലെ ഇരിക്കാം. പക്ഷേ ആ അത്തിപ്പഴം വല്ല പക്ഷികളുമൊക്കെ വന്ന് തിന്നിട്ട് പോകും. അപ്പോൾ ഈ മശകവും ഉള്ളിൽ പോകും, അല്ലെങ്കിൽ അത് കൊഴിഞ്ഞ് വീണ് പോകും. അല്പായുസ്സാണ് ഈ പഴങ്ങൾക്കൊക്കെ, അത് താഴെ വീണ് മണ്ണായി തീരും. അപ്പോൾ ഈ മശകം എവിടെ പോവും? അപ്പോൾ അതുപോലെയാണ് നമ്മളിപ്പോൾ സുഖമാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഓർക്കാപ്പുറത്താണ് അടികൾ കിട്ടുക. ഏത് രീതിയിലാണ് അടി വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. സ്വന്തം ആരോഗ്യം നശിക്കുന്ന അടിയാവാം, വല്ല പക്ഷാഘാതമോ ഹാർട്ട് അറ്റാക്കോ വല്ല മാറാരോഗങ്ങളോ ആക്സിഡൻറ്റുകളോ ഏത് ആപത്ത് വേണമെങ്കിൽ സംഭവിക്കാം. അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ മുതലായ അടുത്ത ബന്ധുക്കൾക്ക് എന്തെങ്കിലും ആഘാതം വരാം, അവരുടെ മരണം സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് സുഖം തന്നുകൊണ്ടിരിക്കുന്നവർ മരണത്തിൽ നഷ്ടപ്പെട്ടു പോകാം. സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് മരണം സംഭവിക്കാം. അല്ലെങ്കിൽ സമ്പാദ്യത്തിൻ്റെ സ്രോതസ്സുകൾ അടഞ്ഞു പോകാം. ബിസിനസ് മുതലായതിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തത് മുഴുവൻ ബാങ്കുകൾ പൊളിഞ്ഞു പോവുകയോ കള്ളന്മാരായിട്ടുള്ള ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അടിച്ചു മാറ്റുകയോ ചെയ്യാം. സുരക്ഷിതമെന്ന് കരുതി പല ഷെയറുകളിലും നിക്ഷേപിച്ചിരുന്ന ഷെയറുകൾ മാർക്കറ്റിൽ പൊളിഞ്ഞു വീഴാം. സ്വർണ്ണ രൂപത്തിൽ സമ്പാദിച്ചു വെച്ചാൽ കള്ളന്മാർ തട്ടിക്കൊണ്ടുപോകാം. ഭൂമിയുടെ രൂപത്തിൽ വാങ്ങിച്ചു വെച്ചാൽ ഭൂമിയുടെ വില കുറഞ്ഞു പോകാം. അല്ലെങ്കിൽ ആ ഭൂമി ഏതെങ്കിലും രീതിയിൽ സർക്കാർ ആവശ്യങ്ങൾക്ക് അക്വയർ ചെയ്യാം. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അല്ലേ? ആ ഭൂമിയുടെ നടുവിൽ കൂടെ മഞ്ഞക്കുറ്റി അടിച്ചു പോയാലോ? ഇടയിലുണ്ടായില്ലേ കേരയിൽ വരും എന്ന് പറഞ്ഞ് പലരുടെ അടുക്കളയിൽ കൂടെ മഞ്ഞക്കുറ്റി അടിച്ചിട്ട് പോയി. ഇപ്പോൾ മഞ്ഞക്കുറ്റി പുഴക്കാൻ തുടങ്ങിയിരിക്കണം. ഇനി വേറെ കുറ്റികൾ അടിക്കാൻ പോകണം. ഏത് കുറ്റി എവിടെയാണ് വന്ന് വീഴുക എന്നറിയില്ല നമുക്ക്. അപ്പോൾ നമ്മളെല്ലാം സുരക്ഷിതം എന്ന് കരുതിയിരിക്കുന്നിടത്ത് എവിടെ നിന്നാണ് ഇടിത്തി വീഴുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ലോക സ്വഭാവം നമ്മൾ അറിഞ്ഞ് ഇപ്പം ഇരിക്കുന്ന സുഖം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ എന്താ പറയുക ഉണങ്ങിയ കമ്പിൽ ഇരിക്കുന്ന പക്ഷിയെ പോലെ സ്വന്തം ചിറകിൻ്റെ ബലത്തിൽ ഇരിക്കണം. അല്ലേ? മരങ്ങളിലൊക്കെ ഉണങ്ങിയ ചുള്ളിക്കമ്പുകളിൽ പക്ഷികൾ വന്നിരിക്കും. ആ ചുള്ളിക്കമ്പ് എപ്പോൾ വേണമെങ്കിൽ പൊട്ടി വീഴാം. പക്ഷെ അത് പൊട്ടി വീണാലും ആ പക്ഷിക്ക് ധൈര്യമുണ്ട് അതിൻ്റെ കൂടെ താൻ വീഴില്ല എന്ന്. കമ്പ് പൊട്ടി വീഴുമ്പോൾ പക്ഷി ചിറകടിച്ച് അതിൻ്റെ പാട്ടിൽ അടുത്ത കൊമ്പിലേക്ക് പറന്നു പോകും. ഇതുപോലെ ഇരിക്കണം നമ്മളും ഈ ലോകത്തിൽ. ഏത് കൊമ്പ എപ്പോഴാ പൊട്ടുക എന്നൊന്നും അറിയില്ല. നമ്മൾ മുറുക്കെ പിടിച്ചിരിക്കുന്ന പല കൊമ്പുകളും എപ്പോൾ വേണമെങ്കിൽ പൊട്ടി വീഴാം. നമ്മൾ പറക്കാനുള്ള കഴിവുള്ളവരായിരിക്കുക, സ്വതന്ത്രരായിരിക്കുക.
നമ്മൾ നമ്മളെ തന്നെ കെട്ടിപ്പിടിച്ച് ഓരോ പൊട്ടുന്ന കൊമ്പിലേക്ക് കെട്ടിവെക്കാതിരിക്കുക. കൊമ്പ് പൊട്ടുമ്പോൾ കൊമ്പ് വിട്ട് പറക്കാൻ സാധിക്കട്ടെ. അതിനാണ് വിവേകം. അപ്പോൾ സുഖായ ദുഃഖഹത്യൈ കർമാണി ആരഭമാണാനാം മിഥുനീചാരിണാം നൃണാം പാകവിപര്യാസം പശ്യേത്. സുഖത്തിനായിക്കൊണ്ടും ദുഃഖനിവൃത്തിക്കായിക്കൊണ്ടും കർമ്മങ്ങൾ ആരംഭിക്കുന്നവരായ മിഥുനീചാരികളായ ദമ്പതികളായി ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചുകൊണ്ട് പല സ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ മുതലായ ഏഷണാത്രയങ്ങളോടുകൂടി ആഗ്രഹങ്ങളുടെ പുറകെ പാഞ്ഞുകൊണ്ടിരിക്കുന്നവരായ നരന്മാർക്ക് ഉണ്ടാകുന്ന പാകവിപര്യാസം പശ്യേത്. അവരുടെ പാകവിപര്യാസം, പാകമെന്നാൽ കർമ്മപരിപാകം, കർമ്മത്തിൻ്റെ ഫലം, അതിൻ്റെ വിപര്യാസം, വിപരീതാവസ്ഥ, അവർക്ക് വിപരീത ഫലങ്ങൾ വരുന്നത് കാണേണ്ടതാണ്. അപ്പോൾ സുഖത്തിനായി കൊണ്ട് ചെയ്ത കർമ്മങ്ങൾ ദുഃഖത്തിനായി ഭവിക്കുന്നത് കാണേണ്ടതാണ്. ദുഃഖനിവൃത്തിക്കായി ചെയ്യുന്ന കർമ്മങ്ങൾ ദുഃഖനിവൃത്തി നൽകുന്നില്ല എന്ന് കാണേണ്ടതാണ്. ഇതാണ് പശ്യേത്. പാകവിപര്യാസം പശ്യേത്. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതഃ കൃതേന. കൃതേന അകൃതഃ നാസ്തീതി നിർവേദം ആയാത്. കർമ്മങ്ങളെ കൊണ്ട് അകർമ്മകമായിരിക്കുന്ന, കർമ്മഫലമല്ലാത്തതായിരിക്കുന്ന ആനന്ദം, ആത്മസ്വരൂപം ലഭിക്കുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ കർമ്മങ്ങളെ പതുക്കെ ഉപസംഹരിക്കാൻ തയ്യാറായിക്കൊണ്ട് താൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ പ്രതീകാത്മകമായി കയ്യിൽ ചമതയും പിടിച്ചുകൊണ്ട് സമിത്പാണിഹി തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത്. ആ സത്യത്തെ അറിയുവാനായിക്കൊണ്ട് ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ട് ഗുരുമേവ അഭിഗച്ഛേത്, ഗുരുവിനെ തന്നെ സമീപിക്കണം. സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം, അറിവുള്ളവനായ ആത്മനിഷ്ഠയുള്ളവനായ, താൻ പറയുന്ന കാര്യങ്ങളിൽ നല്ല നിശ്ചയമുള്ള, അതിനനുസരിച്ച് ജീവിക്കുന്ന ആത്മജ്ഞാനിയായ ഒരു ഗുരുവിനെ സമീപിക്കേണ്ടതാണ് എന്ന് ഉപനിഷത്ത് പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ പാകവിപര്യാസം പശ്യേത്. എന്നിട്ടോ നിത്യാർത്തിതേന വിത്തേന ദുർലഭേന ആത്മമൃത്യുന ഗൃഹാപത്യാപ്ത പശുഭിഹി കാ പ്രീതിഹി സാധിതൈഹി ചലൈഹി. ദുർലഭവും നിത്യാർത്തിതവുമായ അവനവന് മരണകാരണവുമാകാവുന്ന വിത്തം കൊണ്ട്, ആ വിത്തങ്ങൾ ഗൃഹങ്ങളാകാം, അപത്യങ്ങളാകാം, ബന്ധുക്കളാകാം, പശുക്കളാകാം, ഇങ്ങനെ പല രീതിയിലുള്ളതായിട്ടുള്ള വിത്തങ്ങൾ. വിത്തമെന്നാൽ നമുക്ക് ധനം, നമുക്ക് ധന്യത നൽകുന്നത്, നമുക്ക് തൃപ്തി നൽകുന്നത്, ഒരു പോസിറ്റീവായിട്ടുള്ള ശക്തി നൽകുന്നത്, കോൺഫിഡൻസ് നൽകുന്നത് ഒക്കെ അർത്ഥമാണ്. അപ്പോൾ അത് ഗൃഹമുണ്ടെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്, സന്തതികളുണ്ടെങ്കിൽ ഒരു ആത്മവിശ്വാസമുണ്ട്, ബന്ധുക്കളുണ്ടെങ്കിൽ ശക്തി കൂടും, മൃഗങ്ങൾ, വീട്ടിൽ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കുതിര, ആന, പശു മുതലായതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, അതിന് ഇന്നത്തെ കാലത്ത് വാഹനങ്ങൾ, അതുപോലെയുള്ളതായിട്ടുള്ള ബാങ്ക് ബാലൻസുകൾ, ഡെപ്പോസിറ്റുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ട് നിത്യാർത്തിതങ്ങളാണിവ. എന്നും ദുഃഖം നൽകുന്നതാണ്. ഇത് സമ്പാദിക്കാനും പ്രയാസമാണ്, ദുർലഭമാണ്, അവനവൻ്റെ മരണത്തിന് പോലും കാരണമാകുന്നതാണ്, ആത്മമൃത്യുന. അങ്ങനെയുള്ള ചലൈഹി സാധിതൈഹി ചലൈഹി, താൻ സമ്പാദിച്ചതായിട്ടുള്ള ഈ ചല സ്വഭാവമുള്ള, എപ്പോൾ വേണമെങ്കിൽ നശിച്ചു പോകുന്ന, പെരിഷബിളായിരിക്കുന്ന ഈ ധനങ്ങളെ കൊണ്ട്, ഈ വിത്തങ്ങളെ കൊണ്ട് കാ പ്രീതിഹി, എന്ത് പ്രിയമാണ്, എന്ത് സന്തോഷമാണ് കിട്ടാൻ പോകുന്നത് എന്ന് ചിന്തിക്കണം. അപ്പോൾ ആദ്യത്തെ 18-ാം ശ്ലോകം കൊണ്ട് ന കർമ്മണ, അതുപോലെ തന്നെ രണ്ടാമത്തത് കൊണ്ട് ന പ്രജയാ ധനേന,
കർമ്മങ്ങളെ കൊണ്ടോ പ്രജകളെ കൊണ്ടോ ധനങ്ങളെ കൊണ്ടോ അമൃതത്വം പ്രാപിക്കാൻ കഴിയില്ല. അത് അങ്ങനെ അവയിലുള്ള ആസക്തിയെ വെടിയണം എന്നർത്ഥം. അതാണ് കാ പ്രീതി. എന്ത് പ്രിയമാണ്, എന്ത് സന്തോഷമാണ് ഇവയ്ക്കെല്ലാം നൽകാൻ കഴിയുക. ഇതെല്ലാം ദുഃഖപര്യവസായികളാണ്. ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുധഃ. ബുധന്മാർ, ബുദ്ധിമാന്മാർ തേഷു ന രമതേ, ഈ വിഷയങ്ങളിൽ രമിക്കുന്നില്ല. കാരണം അവയെല്ലാം ആദ്യന്തവന്ത, ആദിയും അന്തവുമുള്ളവയാണ്. ഉണ്ടായതാണ്, നശിക്കുന്നതാണ്. ഇതാണ് ലോക സ്വഭാവം, ചലങ്ങളാണ്. അപ്പോൾ ഈ ലോകത്തുള്ള അനുഭവങ്ങളൊക്കെ ശരി. എന്നാലും നമ്മൾ കുറച്ച് എന്താ പറയുക, പുണ്യകർമ്മങ്ങൾ, യാഗങ്ങൾ, യജ്ഞങ്ങൾ, പൂജകൾ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുണ്യം അക്യുമുലേറ്റ് ചെയ്തിട്ട് സ്വർഗത്തിൽ പോയി സുഖമായി വസിക്കാമല്ലോ എന്ന് കരുതുകയാണെങ്കിൽ സ്വർഗവും ശാശ്വതമല്ല, അതും അനിത്യം, അസുഖം. ഇവിടുത്തെയിലും വെച്ച് കമ്പാരിറ്റീവ്ലി സുഖം കൂടുതലാണെന്നുള്ള ഒരു ഭ്രമം മാത്രമേ ഉള്ളൂ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള ഒരു ഭ്രമം മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ സ്വർഗം ഇവിടുത്തേക്കാൾ കോമ്പറ്റീഷൻ നിറഞ്ഞതാണ്. അതവിടെ പോകുമ്പോഴേ വിവരം അറിയുള്ളൂ. അവിടെ ഇന്ദ്രൻ, അഗ്നി, വായു, വരുണൻ മുതലായിട്ടുള്ള ഓരോ ദേവന്മാരും പരസ്പരം ആരാമേലെ എന്നിങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ ദേവവിഭാഗങ്ങൾ അനേകം അല്ലേ? ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, കിന്നരന്മാര്, കിംപുരുഷന്മാര്, ഇങ്ങനെ എന്തെല്ലാം സ്റ്റാറ്റസുകളാണ്. അപ്പം അതിൽ പുണ്യം കൊണ്ട് നമ്മൾ എവിടെയാണ് പോയി പെടുക എന്നറിയില്ല, ഏത് യോനിയിലാ പോയി പെടുക എന്നറിയില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോഴോ അവിടെ നമ്മളെക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ഭരിക്കും. അപ്പോൾ നമ്മുടെ ഈഗോ ഹെർട്ടാവും, നമ്മൾക്ക് അടിമത്വം അനുഭവപ്പെടും. അപ്പം അതും കൂടി മനസ്സിലാക്കി ഇഹലോകത്തിൽ എന്ന പോലെ തന്നെയാണ് പരലോകത്തിലും എന്ന് വകതിരിവ് ഉണ്ടാവണം. ഇഹാമുത്ര ഫലഭോഗ വിരാഗ. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇഹ അമുത്ര, അമുത്ര എന്ന് പറഞ്ഞാൽ പരത്ര, പരലോകത്തും ഉള്ള കർമ്മഫലങ്ങൾ അനിത്യങ്ങളാണ്, ദുഃഖദായകങ്ങളാണ് എന്നുള്ള വിവേകമുണ്ടായി അതിനോടൊക്കെ വിരക്തി ഉണ്ടാവുക. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും ഈ മർത്യലോകത്തിലേക്ക് തന്നെ വരണം, ഈ ഭൂമിയിൽ തന്നെ പല യോനികളിൽ വന്ന് ജനിക്കണം. അപ്പോൾ പുണ്യം ക്ഷയിക്കുന്നത് വരെ മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ, അത് കഴിഞ്ഞാൽ അവിടുന്ന് തള്ളിവിടും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പരലോകത്തോടും ആസക്തിയില്ലാതിരിക്കണം. സ്വർഗകാമോ യജേത മുതലായ വേദവാക്യങ്ങളിൽ ഭ്രമിക്കാതിരിക്കുക. സ്വർഗകാമികൾ യജ്ഞം ചെയ്യൂ എന്നൊക്കെ വേദം പ്രലോഭിപ്പിക്കുന്നുണ്ട്. ആരെ? മൂഢന്മാരെ. വിവേകികളോ നിർവേദമായ, നിർവേദത്തെ പ്രാപിക്കുകയാണ് വിവേകികൾ ചെയ്യേണ്ടത്. വേദത്തിന്റെ പുറത്ത് കടക്കലാണ്, വേദത്തിന്റെ ആജ്ഞകളെ ലംഘിക്കലാണ് നിർവേദം. വേദത്തിൽ വിധിച്ചിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് കടന്നു പോകലാണ് നിർവേദം പ്രാപിക്കൽ, സന്യാസം. അപ്പോൾ ആ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. ഏവം ലോകം പരം വിദ്യാത് നശ്വരം കർമ്മ നിർമ്മിതം സതുല്യാതിശയധ്വംസം യഥാ മണ്ഡലവർത്തിനാം. ഏവം ലോകം പരം വിദ്യാത് നശ്വരം കർമ്മ നിർമ്മിതം
സതുല്യാതിശയധ്വംസം യഥാ മണ്ഡലവർത്തിനാം. ഏവം ഇപ്രകാരം, എപ്രകാരം? ഭൂമിയിൽ എപ്രകാരമോ അപ്രകാരം പരം ലോകം, ലോകം പരം, തിരിച്ചിടണം, പരം ലോകം. ഇവിടെ പരം ലോകം എന്ന് പറഞ്ഞാൽ സ്വർഗാദി ഉപരിലോകങ്ങൾ, ഊർധ്വലോകങ്ങൾ. പരം ലോകം, പരലോകങ്ങൾ, ഭൂമിയേക്കാൾ ശ്രേഷ്ഠങ്ങളെന്ന് കരുതുന്ന ലോകങ്ങളെ വിദ്യാത് അറിയേണ്ടതാണ്. യു മസ്റ്റ് നോ. മുൻകൂറായി അറിഞ്ഞിരുന്നാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ അല്ലേ, വഞ്ചിക്കപ്പെട്ടതായിട്ട് പിന്നീട് തോന്നി കരഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും ഓരോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പരസ്യങ്ങളിൽ അതിനെക്കുറിച്ചിട്ടുള്ള നല്ല വാചകങ്ങൾ മാത്രമേ പറയുള്ളൂ, നല്ല കാര്യം മാത്രമേ എടുത്ത് പറയുള്ളൂ. അതിൻ്റെ മറ്റ് എഫക്റ്റുകൾ, സൈഡ് എഫക്റ്റുകളോ ദോഷവശങ്ങളോ ഒന്നും ഉണ്ടില്ല. അപ്പോൾ വിവേകികളായിട്ടുള്ള ആളുകൾ ഈ പരസ്യമൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ മറ്റ് ദോഷവശങ്ങളെക്കുറിച്ച് പോലും ചോദിച്ച് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ വഞ്ചിക്കപ്പെടും. എല്ലാ കാര്യത്തിലും പല പരസ്യവും കണ്ടിട്ട് നമ്മൾ ചാടി വീഴും. പക്ഷെ പിന്നീടാണ് അതിൽ ഹിഡനായി കിടക്കുന്ന അവരുടെ അജണ്ടകൾ, നമ്മളെ പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ആരും നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ഒരു കച്ചവടവും ചെയ്യുന്നത്. നമ്മളെ നന്നാക്കിയിട്ട് അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അവർക്ക് നന്നാവാൻ വേണ്ടി തന്നെയാണ് നമുക്ക് പ്രോമിസുകൾ നൽകുന്നത്, ഇല്ലേ? നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ഒരു ഉപഭോക്തൃ കോടതിയുടെ വിധി വന്നു. എന്താണ്? 120 ഗ്രാം കോൾഗേറ്റിൻ്റെ ഒരു പേസ്റ്റിന് 160 രൂപ ഒരു ഇതിന്. അത് 2 എണ്ണം കൂടി പാക്ക് ചെയ്തിട്ട് മറ്റേ ബാൻഡ് ഇട്ടിട്ട് കോംബോ പാക്ക് എന്ന് ഇതാക്കിയിട്ട് 10 രൂപ ഡിസ്കൗണ്ട്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് 10 രൂപ വലുതായിട്ട് എഴുതിയിട്ട് വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ എന്താ ചെയ്യുക? 2 എണ്ണം വാങ്ങിക്കുമ്പോൾ 10 രൂപ ലാഭമുണ്ട്, ഒന്ന് വാങ്ങിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ 2 എണ്ണം വാങ്ങിക്കുമ്പോൾ 10 രൂപ ലാഭമുണ്ട്. എന്നാൽ പിന്നെ ഏതായാലും വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് 2 എണ്ണം വേണ്ടി വരും, ഒന്നിച്ച് തന്നെ വാങ്ങിക്കളയാ, 10 രൂപ ലാഭിക്കാലോ എന്ന് പറഞ്ഞ് വേഗം ചെന്ന് എടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് 160 320 വിലയിടേണ്ടത്. പക്ഷെ അതിൽ 340 ഇട്ടിട്ട് 10 രൂപ കുറച്ചിട്ടുണ്ട്. അപ്പം 330 കൊടുക്കേണ്ടി വന്നു ബില്ലിൽ. എങ്ങനെയുണ്ട്? അപ്പോൾ 2 എണ്ണം തനിത്തനിയെ എടുത്തിരുന്നെങ്കിൽ 320 ആവുള്ളൂ. അതേ സാധനം 2 എണ്ണം ഒന്നിച്ച് കോംബോ പാക്ക് എടുത്തപ്പോൾ 10 രൂപ ലാഭം കിട്ടിയെന്ന് വിചാരിച്ചെടുത്തത് 330 കൊടുത്തു. 10 രൂപ അധികം കൊടുത്തിട്ടാണ് വാങ്ങിച്ചിരിക്കണത്. എന്തൊരു കള്ളത്തരമാണ് നോക്കൂ. അത് 3 കൊല്ലം അയാൾ കോടതിയിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇത്രയും വലിയ വമ്പൻ കമ്പനിയെ മുട്ടുകുത്തിച്ചത്. അവർ പല ന്യായങ്ങളും പറഞ്ഞ് കേസ് നീട്ടി കൊണ്ടുപോകും, വലിയ വമ്പൻ വക്കീൽമാരെയൊക്കെ വയ്ക്കും. പക്ഷെ അവസാനം അവർ തോറ്റു. കോടതി, ഉപഭോക്തൃ കോടതി ന്യായമായി തന്നെ അതിനെ അവർ ചെയ്തത് വലിയ അപരാധമാണ്, വഞ്ചനയാണ് എന്ന് വിധിച്ചു. ഇങ്ങനെയാണ് പലതും. നമ്മൾ ചാടി വീഴും ഓരോ പ്രൊമോഷൻ കണ്ടിട്ട്. നല്ലോണം സൂക്ഷിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ എന്ത് ട്രാപ്പാണുള്ളത് എന്നുള്ളത്. ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ എക്സ്പയറി ഡേറ്റ് വക്കിലെത്തിയ സാധനങ്ങളാണ് ഇങ്ങനെയൊക്കെ ഒന്നിച്ച് വിൽക്കാൻ വയ്ക്കുക, ഒന്നിച്ച് പാക്ക് ചെയ്യും. നാളെ മറ്റന്നാളെ എക്സ്പയറി ഡേറ്റ് ആവുന്നതിന് ഇന്ന് മാസാവസാനത്തിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വിൽക്കും. നമ്മൾ ചെന്ന് വാങ്ങിക്കും. നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കും ഷെൽഫിൽ. കുറേ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ എക്സ്പയർഡ്.
അപ്പം അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് വഞ്ചനകളുടെ ലോകമാണ്. ഏത് കാര്യവും സൂക്ഷിച്ചു നോക്കിയില്ലെങ്കിൽ വഞ്ചിക്കപ്പെടാം. അപ്പം അതുപോലെയാണ് വേദങ്ങളിലും ഈ താമസ ഗുണങ്ങളുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ എന്തെങ്കിലും പണിയെടുപ്പിക്കാൻ വേണ്ടി, പ്രകോപിപ്പിക്കാൻ വേണ്ടി യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിത വേദവാദരഥാ പാർത്ഥ നാന്യതസ്ഥീതി വാദിനഃ കാമാത്മാന സ്വർഗപരാഹ ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ അപഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാദൗ ന വിധീയത്തെ എന്നൊക്കെ ഗീതയിൽ 2-ാം അധ്യായത്തിൽ തന്നെ ഭഗവാൻ ഈ വൈദിക കർമ്മകാണ്ഡങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ജാഗ്രത ഉണ്ടാക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോളൂ, വഞ്ചിക്കപ്പെടരുത്. വിവേകമുള്ളവർ ആദ്യമേ ശ്രദ്ധിക്കുക. കുറേ ദൂരം പോയിട്ട് മടങ്ങി വരുന്നതിനേക്കാൾ യാത്രയുടെ ആരംഭത്തിൽ തന്നെ യാത്രാമാർഗത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരിക്കുക. ലക്ഷ്യം എവിടെയാണെന്ന് ഉറപ്പിച്ചു വെക്കുക. വടക്കോട്ട് പോകേണ്ടവർ കുറേ ദൂരം തെക്കോട്ട് പോയിട്ട് അയ്യോ വഴിതെറ്റി, വടക്കോട്ടേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് തിരിച്ചു നടക്കുമ്പോൾ എന്തൊരു ക്ലേശമായിരിക്കും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. അപ്പോൾ ഏവം ലോകം പരം വിദ്യാത് നശ്വരം കർമ്മനിർമ്മിതം. ഏവം കർമ്മനിർമ്മിതം പരം ലോകമപി നശ്വരം. കർമ്മനിർമ്മിതമാണ് പരലോകം. നമ്മളിവിടെ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് എവിടെ ഏത് സ്റ്റാറ്റസിൽ എന്ത് റോള് കിട്ടണം, എവിടെ ഇരിക്കാനാണ് നമ്മൾ മെറിറ്റ് ഉള്ളവർ, യോഗ്യതയുള്ളവർ എന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മളിവിടെ ചെയ്യുന്ന കർമ്മഫലങ്ങളാണ്, കർമ്മങ്ങളുടെ ഫലമാണ്. അതാണ് കർമ്മനിർമ്മിതം പരം ലോകം നശ്വരം വിദ്യാത്. അതും നശ്വരമാണ്. എത്ര പുണ്യമുണ്ടോ അത്ര ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറേ കാശ് സമ്പാദിച്ചുകൊണ്ട് വിദേശങ്ങളിൽ സ്വിറ്റ്സർലാൻഡിലേക്കോ US-ലേക്കോ ഒക്കെ ഒരു പിക്നിക്ക് പോയി, ഒരു ട്രാവൽ പോയി. അവിടെ പോയാൽ നമ്മൾ എവിടെ താമസിക്കണം, ഏത് ഹോട്ടലിൽ താമസിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ പോക്കറ്റിൻ്റെ ഘനമാണ്. നല്ല പോക്കറ്റ് ഘനമുള്ളവർ, പേഴ്സ് ഘനമുള്ളവർ വലിയ 5 സ്റ്റാർ ലെവലിലുള്ളതായിട്ടുള്ള ഹോട്ടലുകളിൽ താമസിക്കും. മറ്റത് നമ്മൾ പോക്കറ്റ് ഘനം കുറവാണെങ്കിൽ ഏറ്റവും എക്കണോമി എവിടെയാണ് എന്ന് നോക്കേണ്ടി വരും, അല്ലേ? ചെലവ് കുറഞ്ഞ ഏതൊക്കെ വഴികളുണ്ട് എന്ന് അന്വേഷിക്കണം. അതുപോലെ തന്നെയാണ് ഈ പുണ്യലോകങ്ങളും. ഇവിടെ അധികം പുണ്യം ചെയ്തവർക്ക് അവിടെ കൂടുതൽ സുഖമുള്ളതായിട്ടുള്ള സ്ഥാനങ്ങൾ, ഇവിടെ അല്പപുണ്യം ചെയ്തവർക്ക് അവിടെ ചെറിയ സ്ഥാനങ്ങൾ, അല്പകാലം. പുണ്യം ക്ഷയിക്കുമ്പോൾ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പോക്കറ്റ് കാലിയായാൽ, എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ലോണുകളും ഒക്കെ കഴിഞ്ഞാൽ യാത്ര മതിയാക്കി തിരിച്ചു പോരാം. അതുപോലെ അപ്പം നശ്വരം. ഏതുപോലെ? മണ്ഡലവർത്തിനാം യഥാ സതുല്യാതിശയധ്വംസം വിദ്യാത്. വിദ്യാത് അറിയേണ്ടതാണ്. എങ്ങനെ അറിയേണ്ടതാണ്? സതുല്യ അതിശയ ധ്വംസം വിദ്യാത്. ഏതുപോലെ? മണ്ഡലവർത്തിനാം യഥാ. മണ്ഡലവർത്തികൾ എന്ന് പറഞ്ഞാൽ ഭൂമണ്ഡലവർത്തികൾ. ഭൂമണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും നാട്ടുരാജ്യങ്ങൾ, ഓരോ രാജാക്കന്മാരുടെയും അവരുടേതായിട്ടുള്ള രാജ്യം. അതിനാണ് മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭൂമിയിൽ അവകാശം ഉണ്ടാവും. ഒരു ഭൂമിയിൽ തന്നെ അനേക രാജാക്കന്മാരുണ്ട്, ഏറ്റക്കുറച്ചിലുകളോടുകൂടി. അല്പഭൂമിയുള്ളവർ, അധിക ഭൂമിയുള്ളവർ, അല്പധനമുള്ളവർ, അധിക ധനമുള്ളവർ, അല്പസൈന്യമുള്ളവർ, അനേക സൈന്യമുള്ളവർ, അങ്ങനെ ഏറ്റക്കുറച്ചിലുകളോടുകൂടിയവരായ രാജാക്കന്മാരാണ് ഉള്ളത്. എല്ലാവരും ഒരുപോലെയല്ല. അപ്പോൾ അവർ തമ്മിൽ പലതരത്തിലുള്ള കിടമത്സരങ്ങളുണ്ട്. ഞാനാ വലുത്, നീയാ വലുത്, അല്ലെങ്കിൽ അസൂയ മത്സരം, അങ്ങനെയൊക്കെ പരസ്പരം കുതികാൽ വെട്ട് നശിപ്പിക്കാൻ ശ്രമിക്കൽ. ഇതൊക്കെ എങ്ങനെയാണോ നാട്ടുരാജാക്കന്മാരുടെ ഇടയിലുള്ളത്, ഭൂമണ്ഡലവർത്തികളായിട്ടുള്ള ആളുകളുടെ ഇടയിലുള്ളത്,
ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ, ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഇതൊക്കെ ധാരാളമായിട്ടുണ്ട്. കച്ചവടക്കാരുടെ ഇടയിൽ എല്ലാം ഇതുണ്ട്. അവരവരുടെ പരിമിതമായ മണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവനെ നോക്കുമ്പോൾ അവന് തന്നേക്കാൾ വ്യാപ്തിയുണ്ട്, മണ്ഡലത്തിന് തന്നേക്കാൾ ശക്തനാണ് എന്നൊക്കെ കാണുമ്പോൾ ഇരിക്കപ്പുറത്ത് ഇല്ല. അസൂയ കൊണ്ട് അവനെ നശിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ യഥാ മണ്ഡലവർത്തിനാം, മണ്ഡലവർത്തികളുടെ ആ ഒരു എന്താ പറയുക കമ്പാരിറ്റീവ് സുഖദുഃഖാദികൾ പോലെ ഇവിടെ പറയുന്നുണ്ട് സതുല്യ അതിശയ ധ്വംസം. സതുല്യം, സാതിശയം, സദ്ധ്വംസം എന്ന് ആ സകാരം എല്ലായിടത്തേക്കും എടുക്കണം. തനിക്ക് തുല്യനായിട്ട് ആളുകളെ കാണുമ്പോൾ അസഹിഷ്ണുത ഉണ്ടാവും. ഇപ്പോൾ ദേവലോകത്ത് ചെന്നാലും തനിക്ക് തുല്യന്മാരായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അവരെ കാണുമ്പോൾ ഒരു തരം അസഹിഷ്ണുത, മത്സരഭാവം ഒക്കെ ഉണ്ടാവും. അതുപോലെ അതിശയം എന്ന് പറഞ്ഞാൽ തന്നേക്കാൾ അതിശയിക്കുന്നവൻ, തന്നേക്കാൾ മുകളിലുള്ളവൻ, തൻ്റെ ഉപരി വർത്തിക്കുന്നവൻ, അവനെ കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ. ധ്വംസം എന്ന് പറഞ്ഞാൽ നാശം. അപ്പോൾ നാശം നേരിടുക, അത് അവിടെയുണ്ട്, ദേവലോകത്തും ഉണ്ട്, ഇവിടെ ഭൂമിയിലും രാജാക്കന്മാരുടെ ഇടയിലും എല്ലാവരുടെ ഇടയിലും ഉണ്ട്. അപ്പം അങ്ങനെ തുല്യത, അതിശയഭാവങ്ങൾ, നാശം, ഇതെല്ലാം ഈ ലോകത്തുള്ളതുപോലെ തന്നെ പരലോകത്തും ഉണ്ട്. ഇവിടെയുള്ളതൊക്കെ അവിടെയുണ്ട്, ഇവിടത്തെ പോലെ അവിടെയും. അല്ലാതെ അവിടെ ഇതൊന്നും ബാധിക്കാത്ത സ്ഥലമല്ല. ഇതൊന്നും ബാധിക്കാത്ത ഒറ്റ സ്ഥലമേ ഉള്ളൂ, വൈകുണ്ഠം. അവിടെ തുല്യവുമില്ല, അല്ലെങ്കിൽ അതിശയവുമില്ല, അവിടെ നാശവുമില്ല, അവിടെ മത്സരങ്ങളൊന്നുമില്ല, അവിടെ അജ്ഞാനത്തിൻ്റെ അല്പം പോലും ലാഞ്ചനയില്ല, നിഴലില്ല. വൈകുണ്ഠം മാത്രമാണ് എല്ലാവർക്കും സംതൃപ്തി നൽകുന്നതായിട്ടുള്ള ലോകം. ബാക്കി എല്ലാ ലോകങ്ങളും ഇതുപോലെയുള്ളതാണ്. ഇങ്ങനെ താരതമ്യങ്ങൾ ഉള്ളതാണ്, ദുഃഖമുണ്ടാക്കുന്നതാണ്, മത്സരമുണ്ടാക്കുന്നതാണ്, നാശം ഉള്ളതാണ് എന്ന് വിദ്യാത് അറിയേണ്ടതാണ്. അപ്പൊ ഇഹ അമുത്ര ഫലഭോഗ വിരാഗ, ഈ ലോകത്തിലും പരലോകത്തിലുമുള്ളതായിട്ടുള്ള ഫലങ്ങളെ ഭുജിക്കണം എന്നുള്ള കാര്യത്തിൽ ആസക്തി ഇല്ലാതാവും. എല്ലാം കണക്കന്നെ എന്ന് നമുക്കുള്ളിൽ ഉറപ്പിക്കാം. അപ്പോൾ ഒന്നും നേടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളതായിട്ടുള്ള ഒരവസ്ഥ വരും. കർമ്മങ്ങളെ കൊണ്ട് ഒന്നും നേടാനില്ല. അതുകൊണ്ട് അർജുനനോട് ഭഗവാൻ പറയുന്ന പോലെ നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. എനിക്ക് കർത്തവ്യങ്ങൾ 3 ലോകങ്ങളിലുമില്ല. ഞാൻ പ്രാപിക്കാത്തതായിട്ടൊന്നുമില്ല, പ്രാപിക്കേണ്ടതായിട്ടുമൊന്നുമില്ല. എങ്കിലും എനിക്ക് കഴിവുണ്ട്. എനിക്ക് സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ എന്താണോ അപ്പം ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യുന്നു എൻ്റെ കഴിവിനനുസരിച്ച്. ഞാൻ മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് പ്രവർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. യദി ഹ്യഹം ന വർത്തേയം ജാതുകർമ്മണ്യതന്ത്രിതഃ മമവത്മാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ ഉത്സീദേയുരിമേ ലോകാഃ ന കുര്യാം കർമ്മചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമിമാ പ്രജാഃ. ഞാൻ കാരണം എന്നെ പിന്തുടരുന്നവരൊക്കെ നശിച്ചു പോകും. ഞാൻ ഒരു ശ്രേഷ്ഠനാണല്ലോ സമൂഹത്തിൽ, മറ്റുള്ളവർ എന്നെ നോക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്കൊന്നും നേടാനുമില്ല, നേടേണ്ടതായിട്ടില്ല, നഷ്ടപ്പെടാനുമില്ല. അപ്പം ഈ ഒരു നിശ്ചയം വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. ഗീതയിലും ഭഗവാൻ പറഞ്ഞത് സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. എന്തിന്? തദ്വിജ്ഞാനാർത്ഥം എന്ന് ഉപനിഷത്തിൽ പറഞ്ഞത് ഇവിടെ പറയുന്നു. തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസുഹു ശ്രേയ ഉത്തമം
ശാബ്ദേ പരേ ച നിഷ്ണാതം ബ്രഹ്മണ്യുപശമാശ്രയം തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസുഃ ശ്രേയ ഉത്തമം ശാബ്ദേ പരേ ച നിഷ്ണാതം ബ്രഹ്മണ്യുപശമാശ്രയം. തസ്മാത് അതുകൊണ്ട്, മുൻ പറഞ്ഞതായിട്ടുള്ള ഇഹലോകവും പരലോകവും അനിത്യപ്രദവും ദുഃഖപ്രദവുമായതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് നിശ്ചയിച്ച് വൈരാഗ്യം വന്നവനായി തസ്മാത് ഗുരും പ്രപദ്യേത ഗുരുവിനെ ശരണം പ്രാപിക്കണം, ഗുരൂപസക്തി ചെയ്യണം, ഗുരുപ്രപത്തി ചെയ്യണം. ഗുരും പ്രപദ്യേത അവിടെ ചെന്ന് പ്രപന്നനാവണം എന്നർത്ഥം. എങ്ങനെ, ഏത് ഭാവത്തോടുകൂടി? ജിജ്ഞാസുഹു തത്വജിജ്ഞാസുഹു സത്യമറിയാൻ വേണ്ടി. എന്തറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി ഭവിക്കുന്നുവോ, എന്ത് നേടിയാൽ എല്ലാം നേടിയതായി ഭവിക്കുന്നുവോ ആ തത്വത്തെ അറിയാൻ വേണ്ടിക്കൊണ്ട് ഇതാണ് ജിജ്ഞാസുഹു. ജ്ഞാതും ഇച്ഛു അറിയുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട് ഗുരും പ്രപദ്യേത ഗുരുവിനെ ശരണം പ്രാപിക്കണം. അപ്പൊ എന്ത് ജിജ്ഞാസുഹു? ഉത്തമം ശ്രേയ, ശ്രേയ ഉത്തമം, ഉത്തമം ശ്രേയ ജിജ്ഞാസു ഉത്തമമായ ശ്രേയസ്സിനെ, ഏറ്റവും ഉയർന്ന തമമായ ഏറ്റവും പരമമായ ശ്രേയസ് എന്താണ്? തൻ്റെ മനുഷ്യ ജീവിതം കൊണ്ട് തനിക്ക് നേടാവുന്നതിൽ പരമാവധി എന്താണ്? ഏത് മനുഷ്യനും നേടാൻ പറ്റുന്നതിൽ പരമാവധി ഏതാണ്? മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ട ലക്ഷ്യം ഏതാണ്? ആ പരമമായ ശ്രേയസ്സിനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവനായി ഉത്തമം ശ്രേയ ജിജ്ഞാസുഹു ഗുരും പ്രപദ്യേത. കീദൃശം ഗുരും? എങ്ങനെയുള്ള ഗുരുവിനെ ശരണം പ്രാപിക്കണം? ശാബ്ദേ പരേ ച നിഷ്ണാതം ബ്രഹ്മണി ഉപശമാശ്രയം. ഇത് രണ്ടും ഗുരുവിന്റെ വിശേഷണങ്ങളാണ്. നിഷ്ണാതം ഗുരും, ഉപശമാശ്രയം ഗുരു. കസ്മിൻ നിഷ്ണാതം? ശാബ്ദേ പരേ ച. ശാബ്ദേ ബ്രഹ്മണി പരേ ബ്രഹ്മണി നിഷ്ണാതം. ശാബ്ദേ ബ്രഹ്മണി എന്ന് പറഞ്ഞാൽ ശബ്ദബ്രഹ്മത്തിൽ. ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വേദങ്ങളും വൈദിക സാഹിത്യങ്ങളും ഒക്കെ. അപ്പൊ ശ്രോത്രിയൻ എന്നർത്ഥമാണ്. ശാബ്ദേ ശബ്ദം കൊണ്ട് ശ്രോത്രിയനായ, ശാസ്ത്രങ്ങളെല്ലാം വേണ്ട പോലെ ശ്രവണം ചെയ്ത് മനന നിധിധ്യാസനങ്ങളെ ചെയ്ത് ആ വിഷയത്തിൽ സംശയരഹിതമായിട്ടുള്ള നിശ്ചയം നേടിയിട്ടുള്ള ഒരാള്, നിഷ്ഠ നേടിയിട്ടുള്ള ആള്. നിഷ്ണാതം, നിഷ്ണാതം നിതരാം സ്നാതം, നന്നായി മുങ്ങിക്കുളിച്ചവൻ, മുഴുകിയവൻ. അപ്പൊ ശബ്ദബ്രഹ്മത്തിൽ അഥവാ ആ ഒരു തത്വശാസ്ത്രങ്ങളെ വേണ്ട പോലെ ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്ത് മനന നിധിധ്യാസനങ്ങളെ കൊണ്ട് ഉറപ്പ് കിട്ടിയ ആള്, അതിൽ മുങ്ങിയിരിക്കുന്ന ആള്. അത് മാത്രമല്ല ബ്രഹ്മണി. അപ്പൊ ഇവിടെ പരേ ബ്രഹ്മണി. ഈ ബ്രഹ്മണി എന്നുള്ളത് രണ്ടിടത്തേക്കും, ശാബ്ദേ ബ്രഹ്മണി പരേ ബ്രഹ്മണി. പരേ ബ്രഹ്മണി എന്ന് പറഞ്ഞാലോ പരബ്രഹ്മത്തിൽ. പരം എന്ന് പറഞ്ഞാലോ അവിടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയാൻ കഴിയാത്തതും അതിനൊക്കെ അതീതമായിരിക്കുന്ന തൻ്റെ യഥാർത്ഥ സ്വരൂപമായിരിക്കുന്ന വസ്തു, പ്രപഞ്ചത്തിൻ്റെ പരമകാരണവും തന്നെ താനാക്കുന്നതുമായ തൻ്റെ അസ്തിത്വമായിരിക്കുന്ന സ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ ഉപശമ ആശ്രയം. ഉപശമം നല്ലതുപോലെ ശമം നേടി അതിനെ തന്നെ ആശ്രയമായി ഉറച്ചിരിക്കുന്നവൻ, പരബ്രഹ്മത്തെ തന്നെ ആശ്രയമായി ഉറച്ചിരിക്കുന്നവൻ, അതിൽ നിഷ്ഠ നേടിയവൻ. അപ്പൊ ശ്രോത്രിയൻ ബ്രഹ്മനിഷ്ഠൻ എന്ന് ഉപനിഷത്തിൽ പറഞ്ഞ ഗുരുമേവാഭിഗച്ഛേത് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് മുണ്ടകോപനിഷത്തിൽ പറഞ്ഞ അത് തന്നെയാണ് ഇവിടെ. ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാതം പരേ ബ്രഹ്മണി ഉപശമാശ്രയം. പരബ്രഹ്മത്തിലും
ഉപശാന്തനായിരിക്കുന്ന ആ ഗുരുവിനെ പ്രപദ്യേത ശരണം പ്രാപിക്കണം. അല്ലെങ്കിൽ പരേ ബ്രഹ്മണി നിഷ്ണാദം എന്ന് അന്വയിച്ചിട്ട് ഉപശമാശ്രയം എന്ന് തനിയെ ഒരു വിശേഷണമായിട്ട് എടുക്കാം. ഉപശമാശ്രയനായ ഗുരുവിനെ, ഉപശമത്തെ ആശ്രയിച്ചവൻ, ഉപശമം ഉള്ളിലേക്ക് തന്നിലേക്ക് തന്നെ അടങ്ങിയവൻ, അന്തർമുഖനായി ബഹിർമുഖനാവാതെ ബാഹ്യ വിഷയങ്ങളിലൊന്നും ആസക്തിയില്ലാതെ കൊതിയോടുകൂടി പുറത്തേക്ക് നോക്കാതെ തൃപ്തനായി അന്തർമുഖനായി ആ അന്തർമുഖത്വത്തെ, ഉപശമത്തെ, ഉപരതിയെ എപ്പോഴും ആശ്രയിച്ചിരിക്കുന്നവൻ, ബഹിർമുഖനല്ലാത്തവൻ. അങ്ങനെയുള്ള ആ ഗുരുവിനെ പ്രപദ്യേത, പ്രകർഷേണ പദ്യേത, പതിക്കുക എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക എന്നർത്ഥം. പ്രപദ്യേത പ്രകർഷേണ പ്രാപിച്ചാലും, ഇവിടെ എന്താ പ്രകർഷേണ പ്രാപിക്കൽ? ഒരു ഗുരുവിനെ പ്രാപിക്കേണ്ടതുപോലെ പ്രാപിക്കുക. ഗുരു ഉപസക്തി എന്ന് പറയുന്നത് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. പ്രണിപാതം, പരിപ്രശ്നം, സേവ, ഇതാണ് ഗുരുവിനെ ശരണം പ്രാപിക്കുന്നതിന് മിനിമം വേണ്ട ആചരണങ്ങൾ. അപ്പോഴാണ് ആ ഗുരുക്കന്മാർ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. ആ ഗുരുക്കന്മാർ തത്വദർശികൾ, അവരെ ജ്ഞാനികളുമാണ്. അവിടെ ജ്ഞാനി ശബ്ദത്തിന് ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാതം അഥവാ ശ്രോത്രിയം, തത്വദർശി എന്ന് പറഞ്ഞതുകൊണ്ട് ബ്രഹ്മനിഷ്ഠനായിരിക്കുന്നവൻ എന്ന് അർത്ഥം. അപ്പം ഇങ്ങനെ ഗുരുവിനെ ശരണം പ്രാപിക്കണം. അവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ ചെന്ന് ആ ഗുരുവിൽ നിന്ന് ഭാഗവത ധർമ്മങ്ങളെ അഭ്യസിക്കണം. അതാണ് തത്ര ഭാഗവതാൻ ധർമാൻ ശിക്ഷേത ഗുരുവാത്മദൈവതഃ അമായയാനുവൃത്യായൈഹി തുഷ്യേതാത്മാത്മദോ ഹരിഃ. തത്ര ഭാഗവതാൻ ധർമാൻ ശിക്ഷേത് ഗുരുവാത്മദൈവതഃ അമായയാനുവൃത്യായൈഹി തുഷ്യേതാത്മാത്മദോ ഹരിഃ. തത്ര എന്ന് പറഞ്ഞാൽ ഗുരുസന്നിധൗ, ഗുരുസവിധേ, അതാണ് തത്ര, അവിടെ, ആ ഗുരുവിൻ്റെ അടുത്ത്. ഗുരു ആത്മദൈവതഃ, ഗുരു തന്നെയാണ് ആത്മാവും ദൈവവും. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ, ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടില്ല എന്നുള്ള ഭാവത്തിൽ ഗുരു തന്നെയാണ് ആത്മാവും ദൈവതവും എന്ന ഭാവേന ഗുരുവാത്മദൈവതഃ അമായയാ അനുവൃത്യ. അമായ എന്ന് പറഞ്ഞാൽ മായാരഹിതമായിട്ട് കാപട്യമില്ലാതെ ഗുരുവിനെ ഏതെങ്കിലും രീതിയിൽ വഞ്ചിക്കാം, പറ്റിക്കാം എന്നെല്ലാം ഉദ്ദേശത്തോടുകൂടി ഗുരു പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാതെ ചെയ്തു എന്ന് കളവ് പറയലൊക്കെ മായയാണ്. ഗുരു പറയുന്നതിനെ ചോദ്യം ചെയ്യാതെ അതുപോലെ അനുസരിക്കലാണ് അമായ, നിഷ്കളങ്കമായിട്ട്. അങ്ങനെ നിഷ്കളങ്കമായി അനുവൃത്തി, അനുവർത്തിക്കുക, അനുസരിക്കുക, സേവിക്കുക. ആ ഗുരുവിനെ അനുസരിച്ചുകൊണ്ട് അമായയ അനുവൃത്യ ഭാഗവതാൻ ധർമാൻ ശിക്ഷേത്, ഭാഗവത ധർമ്മങ്ങളെ അഭ്യസിക്കണം. ഇവിടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അഭ്യാസം, വിദ്യാഭ്യാസത്തിനാണ് ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭാഗവതാൻ ധർമാൻ, ആ ഭാഗവത ധർമ്മങ്ങളെ അഭ്യസിക്കേണ്ടതാണ്. യൈഹി ആത്മാ ആത്മതഃ ഹരിഹി തുഷ്യേത്. യൈഹി ഭാഗവത ധർമ്മൈഹി, ഏതൊരു ഭാഗവത ധർമ്മങ്ങളാലാണോ ആത്മാ, നമ്മുടെ എല്ലാം ആത്മാവും പ്രപഞ്ചത്തിൻ്റെ ആത്മാവുമായിരിക്കുന്ന ആ പരമാത്മാവായിരിക്കുന്നവനും ആത്മതഃ തന്നെ തന്നെ നൽകുന്നവൻ, ആത്മാനം ദദാതി, തന്നെ തന്നെ നൽകുന്നവനാണ് ഭഗവാൻ. മറ്റൊരർത്ഥത്തിൽ ആത്മാന്വേഷണം ചെയ്യുന്നവർക്ക് ആത്മജ്ഞാനത്തെ നൽകുന്നവൻ, ആത്മസാക്ഷാത്കാരത്തെ നൽകുന്നവൻ ആത്മതഃ, ആത്മതനായിരിക്കുന്ന ഹരിഹി.
എല്ലാ അജ്ഞാനത്തെയും പാപങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം ഭരിക്കുന്നവനായ ആ ഭഗവാൻ തുഷ്യേത് സന്തോഷിക്കും. അപ്പോൾ ഗുരുവിൽ ദൈവത ബുദ്ധിയോടുകൂടി ആത്മാവ് തന്നെ എന്നുള്ള ഭേദം ഇല്ലാതെ അഭേദഭാവനയാ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഭാഗവത ധർമ്മങ്ങളെ അഭ്യസിക്കണം. ആ ഭാഗവത ധർമ്മങ്ങൾ നിഷ്കളങ്കമായി അഭ്യസിക്കണം. അപ്പോൾ ഭഗവാൻ ഹരി, ആത്മതനും ആത്മാവുമായ ഹരി സന്തോഷിച്ച് നമ്മൾക്ക് ജന്മസാഫല്യത്തെ നൽകുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ആ ഭാഗവത ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ച് വിസ്തരിക്കാൻ പോകുന്നു. എന്താണ് ഭാഗവത ധർമ്മങ്ങൾ? അപ്പോൾ അത് നമുക്ക് നാളെ കാണാം. നാളെ വൈകിട്ട് നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാം. നാരായണ.